നമ്മുടെ കൊടൽമാല നമ്മുടെ കടൽ മച്ചാനാണെങ്കിൽ കുറച്ച് നാളുകൾക്ക് മുന്നേ ആണെങ്കിൽ ഒരു പ്രൊമോഷൻ ചെയ്തിട്ടുണ്ട്. അതൊരു പട്ടുസാരി റിലേറ്റഡ് സംഭവമായിരുന്നു. അതിനെ ചുറ്റിപ്പറ്റി കുറച്ച് വിവാദങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു വീഡിയോ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് പ്ലേ ചെയ്യാം. അമ്മമാരുടെ പഴയ സാരി എടുത്തോണ്ട് വന്ന മക്കളെ ഇനി ലക്ഷങ്ങൾ കിട്ടും, ലക്ഷങ്ങൾ. വിശ്വസിക്കുവോ? കാരണം ഇതുണ്ടോ, സരിത സവിത സംഗീത തിയേറ്റർ ഉണ്ടോ, ഇതിന്റെ ഓപ്പോസിറ്റ് നമ്മുടെ കൂര്യൻ ടവർ ഉണ്ട്. ഇവിടെ ഇങ്ങ് വന്നാൽ മതി. ഈ കീറിയ പട്ട് സാരികള്, കസവ് മുണ്ടുകള്, സെറ്റ് സാരികള് ഇതെല്ലാം തന്നെ പഴയതാണെന്നുണ്ടെങ്കിൽ ഇനി വീട്ടിൽ വെക്കണ്ട. അപ്പൊ ഞാൻ എന്താ വീട്ടിൽ നിന്ന് കുറെ സാരി എടുത്തോണ്ട് വന്നിട്ടുണ്ട്. ശ്രീ കാഞ്ചീപുരത്തിൽ കൊടുത്തു നോക്കാം എത്ര രൂപ കിട്ടുമെന്ന് നോക്കാം. അതാണ് ഓക്കെ. ഇവിടെ അകത്തോട്ടാണ് പറഞ്ഞു കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് അകത്തോട്ട് നോക്കാം. ഇവിടെ നമ്മുടെ ചേട്ടൻ നിപ്പോണ്ട്. ചേട്ടാ, இந்த சாரிக்கு எத்தனை ரூபா கிடைக்கும்னு சொல்லுங்க. அவட நோக்கிட்டு பாருங்க. ஓகே சார், இவர கல்ல உரசும் போது ஒயிட் கல்ல வந்ததா ஒரிஜினல் கசவு, ഇവിടെ റെഡ് കളർ വന്നാ ഡ്യൂപ്ലിക്കേറ്റ് കസവ്. അപ്പൊ നമ്മളൊരു കല്ലിൽ ഉരച്ച് നോക്കണം. വൈറ്റ് കളർ വരുവാണെന്നുണ്ടെങ്കിൽ ഈ കല്ലിൽ ഉരച്ച് വൈറ്റ് കളർ വരുവാണെങ്കിൽ ഒറിജിനൽ കസവ്. അപ്പൊ ഇത് എന്റെ അമ്മച്ചിയുടെ സാരിയാണ്. ഇത് ഒറിജിനൽ കസവ്. അപ്പൊ ഇത് ഒറിജിനൽ കസവാണ്. ഇത് അടുത്ത് നമ്മൾ നോക്കുകയാണ്. 3-4 സാരി കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്ത കളർ വരുന്നത് റെഡ് കളർ കസവ്. ഇത് ഡ്യൂപ്ലിക്കേറ്റ് കസവ്. ഇവിടെ കസവ് ഒറിജിനൽ കസവ്. വൈറ്റ് കളർ വന്നിട്ടുണ്ട്. ഇത് ഒറിജിനൽ കസവാണ്. ഇവിടെ ഫുള്ളാ സാരിക. ഇവിടെ 4 സാരിയും പാத்தீங்கன்னா ഒരു 40,000 പോകും സാർ. 40,000 40,000 പോകും സാർ. അപ്പൊ 40,000 കൊണ്ടുവാ. 4 സാരി കൊണ്ടുവന്ന് 40,000 രൂപ. അത് കസവ് കൂടുതലുള്ളതാണ്. ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ടുവന്നാൽ ചുമന്ന കളറിലായിരിക്കും കല്ല് കാണുക. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അത് പോകത്തില്ല. കസവ് இருந்தா കുറച്ച് കാശ് கிடைக்கும். ഇവിടെ நிறைய കസവ് இருக்கு. 40,000 പോകും. അപ്പൊ നമ്മളിതാ പൈസ മേടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് എനിക്കിത് കണ്ടപ്പോൾ കോമഡി ആയിട്ട് തോന്നി. എന്തെന്നറിയോ, ഇത് പട്ടുസാരി അല്ലേ, സ്വർണ്ണമൊന്നും അല്ലല്ലോ, ഉരച്ച് നോക്കിയിട്ട് കണ്ടുപിടിക്കാനൊക്കെ ഉണ്ട്. എനിക്കറിയത്തില്ല ഇതിന്റെ ഇങ്ങനത്തെ ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും, എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് അറിയായിരിക്കും. ചിലപ്പോൾ ഉരച്ച് നോക്കുമ്പോൾ ചുമപ്പ് വരുന്നത് ഡ്യൂപ്ലിക്കേറ്റ്, വെള്ള വരുന്നത് ഈ പറഞ്ഞ ഒരു ഒറിജിനൽ പട്ടുസാരി, അങ്ങനെയൊക്കെ ആയിരിക്കും. എനിക്ക് പരിപാടി അറിഞ്ഞുകൂടാ. എന്തായാലും ഈ ഒരു പ്രൊമോഷൻ വന്നതിന് ശേഷമാണെങ്കിൽ ഒരു പ്രൊമോഷൻ ഒക്കെ കണ്ടിട്ട് നമ്മുടെ ഇറ്റ്സ് മീ കൺമണി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ കൺമണി ആണെങ്കിൽ ഇത് സംഭവം കൊടുത്തിട്ട് ഇതുപോലെ 40,000 രൂപ വാങ്ങണം എന്നുള്ള അതിമോഹം കൊണ്ടിട്ട് നേരെ അങ്ങോട്ടേക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ. അങ്ങോട്ട് പോയതിന് ശേഷം എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇറ്റ്സ് മീ കമ്പനി നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. പഴയ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചേ ബാക്കിലേക്ക് പോവുക, കുറച്ച് കാലം പുറകോട്ട് പോവുക. നമ്മുടെ ഒലിവിയ ഡിസൈൻസിലെ കുറേ കള്ളക്കളികളെയൊക്കെ കുറിച്ചിട്ട് വളരെ ധൈര്യത്തോടു കൂടി തന്നെ വന്ന് അവിടെ മൊത്തം എക്സ്പോസ് ചെയ്ത് മുന്നോട്ട് വന്നിട്ടുള്ള ഒരാളായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി തന്നെ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ഞാൻ കൂട്ടുവെക്കാം. കഴിഞ്ഞ ദിവസം എറണാകുളത്ത് വന്ന വീഡിയോ ഇട്ടപ്പോഴത്തേക്കിന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എന്തിനാണ് എറണാകുളത്തേക്ക് വന്നതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കുമെന്ന്. അപ്പം ഞങ്ങൾ എറണാകുളത്ത് സൗത്ത് റെയിൽവേ സ്റ്റേഷനിലാണ് വന്ന് ട്രെയിൻ ഇറങ്ങിയത്. എന്നിട്ടൊരു ഓട്ടോ പിടിച്ചാണ് ഇങ്ങോട്ടേക്ക് വന്നത്. നമ്മൾ വന്നത് ശ്രീ കാഞ്ചീപുരം പട്ട് സെൻറ്ററിലേക്കാണ്. നമ്മുടെ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. ഇപ്പം ഇൻസ്റ്റഗ്രാം തുറന്നാൽ കാണുന്ന വീഡിയോ ആണ്. നമ്മൾ പട്ടുസാരിയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ 15,000 രൂപ 30,000 രൂപ നമ്മുടെ പട്ടുസാരിക്ക് വില കിട്ടുമെന്ന്. ആ ഒരു ആഡ്, അതായത് ആ ഒരു പ്രൊമോഷൻ കണ്ടതിൻ്റെ ബേസിലാണ് ഞങ്ങളും ഈ ഒരു സാരിയൊക്കെ കൊണ്ട് വന്നത്. ഞാൻ 2 സാരി എടുത്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റിലിരിക്കുന്ന അമ്മയുടെ കല്യാണ സാരിയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഇതാ നൈനൂട്ടിയും കിങ്ങിണി ചേച്ചിയും കൊണ്ടുവന്ന സാരിയുടെ ബാഗാണ്. ആ ബാഗിൽ 2-3-4 സാരി ഉണ്ട്, പട്ടുസാരി. പിന്നെ ടെസ്റ്റ് ചേച്ചിയുടെ വീട് അങ്കമാലിയിലായിരുന്നു. അപ്പോൾ നമ്മൾ വരുന്നത് അറിഞ്ഞിട്ട് ചേച്ചിയും ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളവിടെ ചെന്ന സമയത്ത് ദൂരെ നിന്നൊക്കെ ആൾക്കാർ സാരി കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും റീൽസ് ഒക്കെ കണ്ടിട്ട് തന്നെയാണ് കേട്ടോ വരുന്നത്. പിന്നെ ഈ വീഡിയോയിൽ ഞങ്ങളുടെ എക്സ്പീരിയൻസ് പറയുന്നില്ല, വേറൊന്നും അല്ല. അറിയാമല്ലോ, ലെങ്ത്തിന്റെ കാരണം കൊണ്ടാണ്. അടുത്ത വീഡിയോയിൽ ഉറപ്പായിട്ടും എക്സ്പീരിയൻസ് പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പട്ടുസാരി കൊടുത്തു കഴിഞ്ഞാൽ കുറേ പൈസയൊക്കെ ഇങ്ങനെ കുമിച്ച് വാരിക്കൊണ്ട് ആ ബാഗിനകത്ത് തിരിച്ച് കൊണ്ടുപോകാമെന്നുള്ള ഒരു പ്രത്യാശയിൽ അവരങ്ങനെ ദൂരങ്ങളിലേക്ക് യാത്ര ചെയ്ത് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അവിടെ ഇനി എത്തിയതിന് ശേഷം ഇവർ പട്ടുസാരി കൊടുത്തിട്ട് ഇനി അവർക്ക് അത്രത്തോളം പൈസ കിട്ടിയോ, 40,000 രൂപയോളം കണ്ണ് മഞ്ഞളിക്കുന്ന ആ തുക ഇവർക്ക് കിട്ടിയോ ഇല്ലോ എന്നുള്ളത് നമുക്ക് ഇനി എത്തി നോക്കാം. നമ്മളിലെ പട്ടുസാരി കൊടുത്തിട്ട് ക്യാഷ് വാങ്ങുന്ന ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത്. നമ്മളിത് ഇത്രയും പട്ടുസാരി കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് കിങ്ങിണിയുടെ ആണ് കേട്ടോ. എത്ര രൂപ എന്റെ കല്യാണ സാരി ഞങ്ങളത് കൊടുക്കാൻ കൊണ്ടൊന്നുമല്ല. ഒരുപാട് പേര് ഇതിന്റെ സത്യാവസ്ഥ അറിയണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള വില കൂടിയ സാരി കൊണ്ട് വന്നതാണ്. കൊള്ളാം. ഇവിടെ കല്യാണ സാരിയൊക്കെ എടുത്തോണ്ടാണ് ഈ പൈസ കിട്ടുമെന്നൊക്കെ പറഞ്ഞ് പോകുന്നത്. പിന്നെ കൊടുക്കാൻ വന്നാൽ ഇത് ചെക്ക് ചെയ്യാൻ വന്നതാണെന്നൊക്കെയാണ് പറഞ്ഞത്. ഇനി നമുക്കറിയത്തില്ല, ഇനി അവിടെ ഇത് കൊടുത്ത് പൈസ വാങ്ങാൻ വന്നിട്ട് അത് കിട്ടാത്തതിൻ്റെ പേരിൽ പിന്നീട് ഇങ്ങനെ പറയുന്നതാണോ നമുക്കറിയത്തില്ല. എന്നാലും കല്യാണ സാരിയൊക്കെ ഇങ്ങനെ ഒരു പരീക്ഷണ വസ്തുവായിട്ട് കൊണ്ടുപോകാന്നൊക്കെ പറയുമ്പോഴത്തേക്കും എടാ അത്രയ്ക്കൊക്കെ വാല്യൂസേ ഉള്ളൂ നിങ്ങളുടെ ഈ കല്യാണ സാരിയോടെ ഒക്കെ നിങ്ങൾക്ക്. ഇത് ഒരെണ്ണം 12,000 രൂപയുടെ, ഒരെണ്ണം 9,000 രൂപയുടെ. ഇവിടെ ഞങ്ങൾ കൊണ്ടുവന്ന് കൊടുത്തപ്പോഴത്തേക്ക് ഏറ്റവും വളരെ നമ്മുടെ അനുഭവം കൈ കൊടുത്തിട്ട് പോലും വാങ്ങിച്ചില്ല. സാധാരണ ഇഷ്ടംപോലെയുള്ള പരസ്യം ഇൻസ്റ്റയിൽ ഇത് കണ്ടിട്ടാണ് വന്നത്. ഇവിടെ കൊണ്ടുവന്നപ്പോൾ അയാൾ ചുമ്മാ ബാഗിൽ നോക്കിട്ട് പറഞ്ഞു ഈ കസവുകളൊന്നും ഇവിടെ എടുക്കില്ല എന്ന് പറഞ്ഞു. ബാഗിന് എടുക്കാൻ പോലും സമ്മതിച്ചില്ല. ബാഗിന് തുറക്കുമ്പോൾ അന്നേരം പറയും ഇത് ഇവിടെ എടുക്കത്തില്ല. ജസ്റ്റ് പരസ്യക്കാരെല്ലാം അവര് ഉരച്ചു നോക്കുന്നുണ്ട്, നമ്മുടെ ഉരച്ചു പോലും അവര് നോക്കിയില്ല. ഇപ്പൊ ഞാൻ ഇവളും പ്രൊമോഷൻ ഒക്കെ ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രൊമോഷനിൽ കുറച്ച് ആത്മാർത്ഥമെങ്കിലും വേണം. ഇപ്പൊ കുറെ പേര് ഞങ്ങളോട് റിക്വസ്റ്റ് ചെയ്തത് എന്തുവാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറെ പേര് റിക്വസ്റ്റ് ചെയ്തപ്പം അത് എങ്ങനെയുണ്ട്, അത് സത്യമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നതാ. ഇപ്പം അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ സൈഡിലൊരു വീഡിയോ
കാണിച്ചേക്കാം. ആ കസവുള്ള സാരി ഉള്ളവർ മാത്രം വരിക, അല്ലാത്ത ഒരു സാരി അവർ ഉരച്ചു പോലും നോക്കാം. ഓക്കെ, ഇവര് കുറെ പ്രൊമോഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ് എന്നുള്ള രീതിയിലാണ് ഇവർ പറയുന്നത്. അപ്പൊ ഇത് ഈ പ്രൊമോഷന്റെ സംഭവം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കല്യാണ സാരി എടുത്തുകൊണ്ട് അവിടെ പോയിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകാൻ ഇവിടെ ചെയ്യുന്നത്. നിങ്ങൾ പ്രൊമോഷൻ ചെയ്യുന്ന ആൾക്കാരല്ല, നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ ഇതുപോലെ പ്രൊമോഷൻ വരാം. നിങ്ങൾ ഇപ്പം ഞാൻ നിങ്ങളെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു അത്ര വലിയൊരു ബ്രാൻഡിന്റെ ഒരു പ്രൊമോഷൻ കിട്ടാനും അത്രത്തോളം എത്തിയിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന പ്രൊമോഷൻ എത്രത്തോളം ആയിരിക്കും എന്നുള്ളത് നമ്മളും വീഡിയോ ക്രിയേറ്റേഴ്സ് ഒക്കെ അല്ലേ, നമുക്ക് അറിയാലോടെ ഇതൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് സ്വഭാവമായിട്ട് ചിന്തിച്ചുകൂടെ ഇതുപോലെ പ്രൊമോഷൻ ഈ കാണുന്ന സാധനങ്ങളെല്ലാം അതുപോലെ തന്നെ സത്യമാണോ അല്ലയോ എന്നുള്ളത്. പ്രൊമോഷൻ ചെയ്ത നിങ്ങൾക്ക് തന്നെ അത് അറിഞ്ഞുകൂടെ. നിങ്ങളൊരു വ്യൂവർ മാത്രമാണെന്നുണ്ടെങ്കിൽ പ്രൊമോഷൻ ഒന്നും ചെയ്യാത്ത ഇതിനെപ്പറ്റി യാതൊരു ഐഡിയയില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഓക്കെ. ഇത് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഇത്രയും ദൂരം പോയിട്ടൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ആ ഒരു പ്രൊമോഷൻ കണ്ട ആർക്കും അങ്ങനെ ഒരു മോശവസ്ഥ ഉണ്ടാവരുതെന്ന് വിചാരിച്ച് നിങ്ങളുടെ ആ ഒരു മനസ്സിനെ നമ്മൾ മനസ്സിലാക്കുന്നു. ബാക്കി നമുക്ക് കാണാം. അവരുടെ പോസ്റ്ററിലും വീഡിയോയിലും പട്ടുസാരി കൊണ്ടുപോകാൻ പൈസ തരാന്നല്ലേ പറയുന്നത്. എന്തുകൊണ്ട് അവർ ക്ലിയർ ആയിട്ട് പറയുന്നില്ല ഒറിജിനൽ കസവ് വെള്ളി കസവിന് കൊണ്ടുവന്നാൽ മാത്രമേ പൈസ തരൂ എന്ന് അവർ കൃത്യമായി എന്തുകൊണ്ട് പറയുന്നില്ല? പിന്നെ ഞങ്ങളുടെ ഫ്രണ്ടിൽ വേറെ ചേച്ചിമാർ അതിനെതിരെ പ്രശ്നം ഉണ്ടാക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് സംസാരിക്കാൻ സമയം കിട്ടണം. അവർ പറയുന്നുണ്ട് നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടല്ലേ ഞങ്ങൾ ഇത്രയും ദൂരം വന്നത്, അവർ വേറെ ഏതോ സ്ഥലത്തുനിന്ന് വന്നതാ, എന്നിട്ട് നിങ്ങളൊന്ന് ഉരച്ച് നോക്കാം. നിങ്ങൾ ഇതിൽ ഒരെണ്ണം പോലും ഒന്ന് ഉരച്ച് നോക്കാൻ നോക്കുന്നില്ലല്ലോ എന്ന് ചോദിച്ചിട്ട് അവരവിടെ വലിയ ഇഷ്യൂ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ടൈമിലാണ് ഞങ്ങൾ കയറി. നമുക്ക് വിഷയം ഉണ്ടാക്കാൻ ശ്രമിക്കും. നമ്മൾ ചെയ്യുന്ന വീഡിയോയിൽ നമ്മൾ ചേച്ചിക്ക് അവിടെ വിഷയം ഉണ്ടാക്കാനൊക്കെ കൊണ്ട് അവസരം കിട്ടിയില്ല. അതിന് മുന്നേ ആൾക്കാർ വന്ന് അവിടെ റോള് മൊത്തം എടുത്തോണ്ടിരിക്കുകയാണ്. ചേച്ചിക്ക് വിഷയം ഉണ്ടാക്കാൻ സ്ഥലമേ കിട്ടിയില്ല. കാര്യം മാത്രം ഉൾപ്പെടുത്തിയാൽ മതി. ഈ ഒരു കാണുന്ന ടൈപ്പിലുള്ള സാരികൾ മാത്രം നിങ്ങൾ കൊണ്ടുവന്നാൽ മതി എന്നൊരു വാക്ക് മാത്രം ചേർത്ത് കഴിഞ്ഞാൽ ഇത്രയും തെറ്റിദ്ധാരണ ഉണ്ടാവത്തില്ല. ഇവരൊക്കെ ആലപ്പുഴയിലാണ്ട് ഇവർക്ക് ട്രിവാൻഡ്രത്തോട്ട് പോകാൻ എളുപ്പമാണ്. എന്നിട്ട് ഇവള് ഫോളോ ചെയ്യുന്ന ആളുടെ മേനകയിലെ അത് കണ്ടിട്ടാണ് ഇവള് ചേച്ചി എനിക്ക് ഇന്നടുത്ത് വരണം എന്ന് പറഞ്ഞ് അവള് ഇങ്ങോട്ട് വരിക ചെയ്തത്. ഞങ്ങളുടെ അനുഭവമാണ് ഞങ്ങൾ പറഞ്ഞത്, എല്ലായിടത്തെയും കാര്യമല്ല ഞങ്ങൾ പറഞ്ഞത്. അപ്പം ഇനി ഇതിന്റെ പേരിൽ കടപ്പൊട്ടിക്കാനാണ് അത് ഇതൊന്നും പറയണ്ട. അല്ല, അങ്ങനെ പറയുന്നവർക്ക് വേണമെങ്കിൽ ഇവിടെ കഷ്ടപ്പെട്ട് വന്ന് മനസ്സിലായിക്കോളും. അറിയാത്തവർക്ക് വേണ്ടി പറയാണ്, ഇതാണ് പ്യൂർ സിൽക്ക്, ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി, ഇല്ലെങ്കിൽ ഒരു രൂപ പോലും കിട്ടത്തില്ല. അല്ല, ഇവരിപ്പോൾ പറയുന്നതിൻ്റെ കട പൊട്ടിക്കാൻ വേണ്ടിയിട്ടല്ല എന്നുള്ള രീതിയിലൊക്കെ ഇവർ പറയുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുന്നത്, കാര്യം ഇവർ ഓൾറെഡി പ്രൊമോഷൻസ് ചെയ്യുന്നവരാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഉള്ളതാണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവർ നേരെ ഇത്രയും ദൂരത്തേക്ക് യാത്ര ചെയ്തിട്ട്, അതും കല്യാണ സാരി എടുത്തുകൊണ്ടാണ് ഇവർ ചെക്ക് ചെയ്യാനെ കൊണ്ട് പോകുന്നത് ഒക്കെ ആയിട്ടാണ് ഇവർ പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നില്ലടേ, ഇതൊക്കെ നിങ്ങൾ ആലോചിക്കും, ഇത്രയും ദൂരത്തേക്ക് യാത്ര ചെയ്തിട്ട് അതും കല്യാണ സാരി എടുത്തുകൊണ്ട് ഇത് ഉള്ളതാണോ ഇല്ലയോ എന്ന് അറിയാതിരിക്കും. ചിലപ്പോൾ വേറെ സാരി കാണത്തില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും. നിങ്ങളുടെ ഉദ്ദേശശുദ്ധി നമ്മൾ മനസ്സിലാക്കുന്നു. ആർക്കും ഇങ്ങനെ ഒരു തെറ്റായിട്ടുള്ള അനുഭവം ഉണ്ടാവരുതെന്നൊക്കെ വിചാരിച്ചാണ് നിങ്ങൾ ചെയ്തത്. വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ഇപ്പം എല്ലാ ആൾക്കാർക്കും ഇങ്ങനൊരു അധികം ആളുകളുടെ ഈ ഒരു ഇൻഫർമേഷൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി നിങ്ങൾ ഇങ്ങനെ ഇനിഷ്യേറ്റീവ് എടുത്തതുകൊണ്ട് ആർക്കും അങ്ങനത്തെ ദുരവസ്ഥ ഒന്നും ഉണ്ടാവില്ല. പിന്നെ എനിക്ക് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, പിന്നെ കടൽ മച്ചാൻ ഇതുപോലെ പ്രൊമോഷൻ ചെയ്തുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ചതാണ്. അപ്പം ഇവരിങ്ങനെ പ്രൊമോഷൻസ് നല്ല രീതിയിൽ വലിയ ബൂസ്റ്റ് ചെയ്ത് സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ വരും. അവരെ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം അവരുടെ പ്രോഡക്റ്റ് സാധനം ആൾക്കാരോട് എത്തിക്കാൻ അവർ പഠിച്ച പണി 18 നോക്കും. പിന്നെ നമ്മൾ ഈ കസ്റ്റമേഴ്സ് ആയിട്ടിരിക്കും, നമ്മൾ വേണം ഇതൊക്കെ ആലോചിക്കാൻ. ഇത് പോയി കഴിഞ്ഞാൽ എത്രമാത്രം സത്യമുണ്ടാകും. ഇത്രയും ദൂരത്തോട്ടൊക്കെ ഈ സാധനം പൈസ കിട്ടും, ഇരട്ടേച്ച് കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് സ്വയമേ ഒന്ന് ആലോചിക്കുക. പരസ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരെന്തും കാണിക്കും. നമ്മൾ കുറച്ച് കോമൺ സെൻസ് ഉപയോഗിച്ച് നമ്മൾ കസ്റ്റമേഴ്സ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരൊന്ന് പോയി കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇതൊക്കെ. അല്ലാതെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ആണെങ്കിൽ കുറേ ആൾക്കാർ ഇപ്പം കുറേ യൂട്യൂബേഴ്സ്, ഇപ്പം നമ്മുടെ അർജു, സഞ്ജു ടെക്കി ഉൾപ്പെടെയുള്ള ആൾക്കാരാണെങ്കിൽ മറ്റേ ആസ്ട്രോ ടോക്ക് എന്നും പറഞ്ഞുകൊണ്ടൊരു സംഭവമുണ്ട്. പിന്നെ 1 വിൻ എന്നും പറഞ്ഞുകൊണ്ട് മറ്റേ പ്രഡിക്ഷൻ്റെ സംഭവം, അത് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ആസ്ട്രോ ടോക്ക് നമ്മുടെ മറ്റേ ജ്യോതിഷത്തിൻ്റെ സംഭവമാണ്. നമ്മുടെ മറ്റേ കാണിപ്പയ്യൂരുണ്ടായിരുന്നല്ലോ 2018 നമുക്ക് വരൾച്ചയുടെ അങ്ങേയറ്റത്തെ സംഭവം കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ അന്ന് വെള്ളപ്പൊക്കം ഉണ്ടായി മുടിഞ്ഞു പണ്ടാരമായി. പക്ഷേ പ്രൊമോഷൻ വരുന്നത് എന്താണ്, മറ്റേ അതിനുശേഷം ഇതൊക്കെ നമുക്കറിയാവുന്ന മലയാളികൾക്കിടയിലോട്ടാണ് ഇവരൊക്കെ വലിയ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ആസ്ട്രോ ടോക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ അതാണ് ഇതാണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതൊക്കെ പറ്റിക്കൊണ്ട് പറഞ്ഞുകൊണ്ടാണ് ഈ പറഞ്ഞ സാധനങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, ഞങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്, നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് കിട്ടുന്നതൊക്കെ പറഞ്ഞുകൊണ്ടാണ് പ്രൊമോഷൻ ചെയ്തത്. നമ്മൾ ഇച്ചിരി കോമൺ സെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഈ കെണിക്കകത്തൊന്നും നമ്മൾ പോയി പെടൂല. അത്ര എനിക്ക് പറയാനുള്ളൂ. എന്നാൽ ഇവർ ഈ പറയുന്ന പോലെ ഇവരുടെ ഉദ്ദേശശുദ്ധി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. കാരണം ഇവരുള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പം അവിടെ പോയി കഴിഞ്ഞാൽ ഈ പട്ടുസാരിയും നമുക്കിത് കിട്ടൂല എന്നൊക്കെ നമുക്ക് മനസ്സിലായിട്ടുള്ളത്. എന്തായാലും വളരെ നന്നായി. അപ്പോൾ ആരും ഇങ്ങനത്തെ കെണിയിലൊന്നും പോയി പെടാതിരിക്കുക. പ്രൊമോഷൻസ് കാണുമ്പോഴത്തേക്കിന് അതിൻ്റെ ഉദ്ദേശശുദ്ധി അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അത് എത്രമാത്രം റിയാലിറ്റി ആണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് എന്താ പറയുക ഉള്ളതാണെന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ദൂരം, അതും നിങ്ങളുടെ സ്വന്തം കല്യാണ സാരിയൊക്കെ ഇത്ര വാല്യുബിൾ ആയിട്ടുള്ള ആ സാധനം എടുത്തൊന്ന് പൊക്കി പിടിച്ചുകൊണ്ട് പോകേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾക്ക് പിന്നെ അത്രയും ദൂരത്ത് പോയി അത് ഉള്ളതാണോ ഇല്ലയോ എന്ന് അറിയാനെ കൊണ്ട് മറ്റെന്തെങ്കിലും മാർഗ്ഗം ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും.